ഹായ്, നമ്മൾ രാമകൃഷ്ണേട്ടന്റെ മുമ്പ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. കാരണം കാറിന്റെ ആക്സിൽ അതുപോലെ തന്നെ സസ്പെൻഷൻ അങ്ങനത്തെ ആക്സസറീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതല്ലാണ്ട് നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്ക് ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓട്ടോയ്ക്ക് മിക്ക വണ്ടിക്കും ചാട്ടം കാര്യങ്ങൾ അതുപോലെ അതിന്റെ ബാലൻസിങ് കാർഡൊക്കെ നമ്മൾ യൂസ് ചെയ്യും. കാരണം ചാട്ടം കുറയ്ക്കാനായിട്ട് അതേപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ കംഫർട്ടബിൾ ആവാനായിട്ടൊക്കെ. അപ്പൊ അതിന്റെ ഹോൾസെയിലായിട്ടും നമ്മുടെ രാമകൃഷ്ണേട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാൽ. രാമകൃഷ്ണേട്ടൻ അതിപ്പോ എന്താണ് മെയിൻ ആയിട്ട് സംഭവം ചെയ്യുന്നത്? ഇത് നമ്മൾ വാഹനങ്ങളുടെ സ്പ്രിങ് മെയിനായിട്ട് ആപ്പേന്നാണ് നമ്മൾ സ്പ്രിങ്ങിന്റെ തുടക്കം. ഇവിടെ ആദ്യം ചാട്ടുള്ള വണ്ടി ഇറങ്ങിയത് ആപ്പയാണ്. ബജാജ് ആയിരുന്നു, ബേക്കൽ എഞ്ചിനായിരുന്നു ഉണ്ടായിരുന്നു. അത് നല്ല സുഖമായിരുന്നു. നമ്മൾ അതിൽ യാത്ര ചെയ്ത് സുഖം കണ്ട ആൾക്കാർ പെട്ടെന്ന് ചാട്ടുള്ള വണ്ടിക്ക് കയറുകയാണ്. അപ്പൊ ഇതിന് ചാട്ടം കുറയ്ക്കാനെന്താ മാർഗം എന്നുള്ള ചെയ്യുന്നത്. ആദ്യം ശബ്ദം കുറയ്ക്കാൻ വന്ന ആൾക്കാരുണ്ട്. എന്റെ ശബ്ദം ഒന്ന് കുറച്ചു തരുമോ? അപ്പൊ അത് കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ ചാട്ടം കുറയ്ക്കുക പറയും. അപ്പോഴാണ് നമ്മൾ ചാട്ടം കുറയ്ക്കുന്നത്. അപ്പൊ ചാട്ടം കുറയ്ക്കാൻ നമ്മളൊരു 10-20 വർഷം മുന്നേ ചെയ്തിരുന്നത് ഈ കോണ്ടസ് അങ്ങനെ വണ്ടികളുടെയൊക്കെ പഴയ വണ്ടികളുടെ സാധനം ഇഷ്ടം പോലെ കിട്ടിയിരുന്നു നമുക്ക്. സ്പ്രിങ്ങുകൾ അന്നൊക്കെ നമ്മൾ അത് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 10 വർഷമൊക്കെ ഞാൻ പഴയ സ്പ്രിങ് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ പഴയ സ്പ്രിങ്ങിന് ഭയങ്കര വിലയും പിന്നെ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് കട്ട് ചെയ്യാനുള്ള റിസ്ക്കും പിന്നെ 4 വർഷം സെയിൽ ടാക്സ് പിടിക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് സ്വയം തോന്നിയതാണ് പുതിയത് ഉണ്ടാക്കിച്ചാൽ എന്താണെന്നുള്ള രീതിയിൽ മാനുഫാക്ചറിങ്. കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ ഈ കോയമ്പത്തൂർ ഒരു ഷോപ്പ് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിച്ചിരുന്നത്. ഒരു നല്ലൊരു പൈസ എൻ്റെ നഷ്ടപ്പെട്ടു. ഒരു 10-28 ലക്ഷം റുപ്യ ആള് ഈ സാധനം കൊണ്ട് പോയി. അല്ല, ഈ നമ്മൾ പുതിയത് ഉണ്ടാക്കിയിട്ട് മുറിഞ്ഞിട്ടും കംപ്ലൈന്റ് ആയിട്ടും ഒരുപാട് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയാണ് പിന്നെ നമ്മളൊരു നല്ല കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് ആ കമ്പനിയോട് ഒരു ടൈപ്പാണ് ഇപ്പൊ ഞാൻ. ഇത്ര പീസ് എടുക്കണം മാസം, അല്ലെങ്കിൽ ഇത്ര പീസ് അവരുണ്ടാക്കി തരുള്ളൂ നമുക്ക്. അതായത് ഒരു എമൗണ്ട് ഉണ്ട്, ഇത്ര എമൗണ്ടിന്റെ സാധനം ഉണ്ടാക്കണം, ഇത്ര ക്വാണ്ടിറ്റി എന്നൊരു കണക്കുണ്ട്. അപ്പൊ അതിനടുത്ത് ഇപ്പൊ ആപ്പ വണ്ടിക്ക് നമ്മൾ സാധാരണ സ്പ്രിങ് കയറ്റുന്ന സാധനം ഇതെല്ലാവരും പഴയ സാധനം ഒന്ന് വാങ്ങിച്ചു കൊടുന്നിട്ട് ഇടാം. പക്ഷെ ഇതിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഉള്ളിൽ വരുന്ന ബുഷാണ്. ഈ റബ്ബർ ബുഷാണ്. അതെ, ഈ ബുഷ് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരുന്നത് ഇത്രയും കാലം. ഇപ്പൊ നമ്മൾ ഇതിനായിട്ടൊരു ബുഷ് ഉണ്ടാക്കുന്നുണ്ട്. ആ ബുഷ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ആ ബുഷ് ഇപ്പൊ കാണിച്ചു തരാം. ഇതിലിപ്പോ ആപ്പ് അതുപോലെ തന്നെ പുതിയതായിട്ട് തന്നെ പെട്രോൾ ഓട്ടോ അങ്ങനത്തെ കുറെ ഓട്ടോ എല്ലാ പെട്രോൾ ഓട്ടോ അല്ല ഇപ്പൊ വരുന്നതെല്ലാം ഇലക്ട്രിക് ആണ്. ഇലക്ട്രിക് CNG അങ്ങനത്തെ ഇലക്ട്രിക് വണ്ടി ഒമേഗയുടെ ഒരു വണ്ടി ഉണ്ട്. എറണാകുളത്തും കോഴിക്കോട് ഒരു ഷോറൂം. 2 ഷോറൂമിലും പോയിട്ട് എറണാകുളം ഷോറൂം പോയിട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. സാധനം കൊടുത്തു. ഇപ്പോഴും ഞാൻ വിളിച്ച അവരൊരു വണ്ടി നേരെ ഇങ്ങോട്ട് അയക്കാനും ഇപ്പോഴും അവർക്ക് ഫിറ്റാക്കാനും പോരാ. എന്താ അറിയില്ല. അവരോട് ഞാൻ പറയും നിങ്ങളെ കണ്ടതല്ലേ, അല്ല ചേട്ടൻ ഫിറ്റായി കൊടുത്തുള്ള ഇങ്ങോട്ട് വിടുന്ന ആൾക്കാർ. പട്ടാമ്പിന്ന് കഴിഞ്ഞാൽ 2 ആഴ്ച മുന്നേ വണ്ടി തുറന്നിരുന്നു. പിന്നെ കോഴിക്കോട് നിന്ന് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. പിന്നെ ആപ്പയുടെ ഇലക്ട്രിക് വണ്ടിക്കൊക്കെ ഇതിൽ ചെറിയൊരു ഒരു ബ്ലൂ കളർ സ്പിന്ന് പാക്കറ്റിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചാണ് പാക്കറ്റിൽ വരുന്നത്. ഓരോ വണ്ടികൾക്ക് അത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ കളേഴ്സ് ഒക്കെ മാറുവേ. കാരണം ഇതേ കളേഴ്സ് പെയിന്റ് അടിച്ചിട്ട് കുറെ ആൾക്കാർ ഇത് നമ്മളെ സാധനം വന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ ഈ കളർ അടിക്കൊന്നും മാറ്റലുണ്ട്. ഇപ്പൊ കുറെ കാലമായി മാറ്റിയിട്ട് ഇപ്പൊ മാറ്റേണ്ട ടൈം ആയി നിൽക്കുകയാണ് പേര്. ഇത് ആപ്പ സിറ്റി. ഇത് ആപ്പ സിറ്റി. അതുപോലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കൊക്കെ ഇതിപ്പോ നമ്മുടെ പാക്കറ്റ് ഒരു കിറ്റായിട്ട് ഇനി വരാൻ പോകും. അടുത്ത മാസം മുതൽ കിറ്റായിട്ട് ഇറങ്ങിയ സാധനങ്ങൾ. അതായത് ഇതിന്റെ പാക്കറ്റും സാധനങ്ങളും കിറ്റായിട്ട് ആപ്പസിറ്റിയുടെ വേറെ ആപ്പയുടെ ഹെവി, അതിന്റെയും ഹെവിയാണിത്. അതിന്റെ ഹെവി സ്പ്രിംഗ് ആണ്. ഇതിപ്പോ മെയിൻ ആയിട്ട് നമുക്ക് ചാട്ടം കുറയ്ക്കുക പോലെ ബാലൻസിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. ഇതിൽ റാഡൊന്നും വരുന്നില്ലേ. കേരളത്തിലെ ആൾക്കാർ കൂടുതൽ റാഡ് കയറ്റുന്ന ആൾക്കാർ എന്നെ പറഞ്ഞുതരാം. ഇത് അതിന്റെ ഹെവിയാണ്. ഇത് ഉത്തരേന്ത്യയിലേക്കാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. അതായത് മിനിമം 15 ആൾ കയറുന്ന വണ്ടി. അവിടുത്തെ ആൾക്കാർക്ക് നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു 15 ആളൊക്കെ കയറുന്ന വണ്ടിക്കുള്ളതാണിത്. ഇതാണ് ഏറ്റവും കൂടുതൽ. കൊറിയർ പോകുന്നുണ്ട്. ആമസോണിൽ നമ്മുടെ സാധനം ഉണ്ട്. ആമസോണിൽ സെയിലിംഗ് കേരളത്തിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാർക്ക് നഷ്ടമാണ്. ഞാൻ പറഞ്ഞത് മാത്രമേ. ഇതൊക്കെ ഏകദേശം റേഞ്ച് വരുന്നത് ഇത് 2,300 വെച്ച്. 2,300 ഇപ്പൊ സ്റ്റാർട്ടിങ് ഇതൊക്കെ സാധാരണ ആപ്പയുടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് 2,000 രൂപ. ഇത് 2,000 രൂപ. ഈ ആപ്പസിറ്റി 2,000. ചേട്ടാ ഇതിപ്പോ ഈ ബുഷ് അതുപോലെ തന്നെ ഇപ്പൊ വേറൊരു ബുഷ് പരിചയപ്പെടുത്തി തരാം. നമ്മൾ കട്ട് ഈ ബുഷ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ സാധാരണ ഇപ്പൊ ഞാനൊരു സാധനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരു വണ്ടിക്കാരന് ഇത് കട്ട് ചെയ്തെടുക്കൽ വലിയ പ്രയാസമാണ്. നടക്കുന്ന കാര്യം ഒരു ദിവസമൊക്കെ മെനക്കേണ്ടി വരും. ഒന്നാമത്തെ കാര്യം ഇതിന്റെ ആയുധം വേണം, സംവിധാനങ്ങൾ വേണം. അപ്പൊ ഞങ്ങൾക്ക് ഇതേ ഒരു പണിയാകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഏറ്റ് കൊടുത്താലും പുറത്ത് കട്ട് ചെയ്ത് തരില്ല. അതിന്റെ സാധനം ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ അതിനായിട്ടുള്ള ബുഷ് മാനുഫാക്ചർ ചെയ്യുന്നതാണ്. ഇതിവിടെ ഇട്ട് കഴിഞ്ഞാൽ സ്പ്രിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകില്ല. കിറ്റാണ് വാങ്ങിച്ചാൽ മതി അവർക്ക്. ഇതിന് മേലെ ഒരു ബുഷ് രണ്ടിനും ലോക്കായിട്ട് അവിടെ നിൽക്കും. ഈ സാധനം ലോക്കായി. അതിന് ഷോക്കാസും ഹൈറ്റ് വിട്ടാൽ ചെറിയ ക്ലാമ്പ്
എല്ലാം മൊത്തം ഒരു കിറ്റ് ആയിട്ടാണ് kit ഇപ്പൊ ആണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു കുറക്കാനായിട്ട് kit ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഓരോ വണ്ടിയുടെ തന്നെ ആകുമ്പോൾ ചെറിയ റേറ്റ് വ്യത്യാസങ്ങളായിട്ട് കൊടുക്കുന്നു. ഒരു 10-200 രൂപ വ്യത്യാസങ്ങളേ ഉള്ളൂ. മൊത്തത്തില്. ഇല്ല, ഈ ഹെവി നമ്മൾ കേരളത്തിൽ ആരും യൂസ് ചെയ്യുന്നില്ല. അത് നമ്മുടെ പുറത്തേക്കുള്ള കേരളത്തിലേക്ക് ഏറ്റവും കൂടുതൽ യെല്ലോ കളറും Yellow. ആപ്പോസിറ്റ് ഈ ബ്ലൂ. ഓക്കെ. പിന്നീട് വരുന്ന ഒരു 3 ടൈപ്പ് സ്പ്രിംഗ് ഉണ്ടാവും ഞാൻ പറഞ്ഞുതരാം. അതാണ് ബാലൻസ്ഡ് കയറ്റുന്ന സംവിധാനം. ബാലൻസ്ഡ് റാഡ് വരുന്നത്. ബാലൻസ്ഡ് ഈ സാധനമാണ് ബാലൻസ്. ഇതിപ്പോ നമ്മുടെ വണ്ടികൾക്ക് യൂസ് ചെയ്യുന്ന ബാലൻസിങ് റാഡ് ഓട്ടോയ്ക്ക് അല്ലായിരുന്നു. ഇത് നമുക്കിപ്പോ ബാലൻസിങ് റാഡ് കയറ്റുന്നത് മെയിൻ ആയിട്ട് അത് കുറച്ചും കൂടെ നല്ല സേഫ്റ്റിയാണ് വേണ്ടത്. സേഫ്റ്റിയാണ്, കംഫർട്ടബിൾ. പിന്നെ പല ആൾക്കാരുണ്ടല്ലോ, പല സീറ്റ് അടിക്കുകയാണെങ്കിലും പല ടൈപ്പിൽ അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഒന്നും കൂടെ സുഖാവാൻ ബാലൻസ് റാഡാണ്. ഇതാ പുതിയ റാഡുകൾ, ഈ റാഡ് വെച്ച് നമ്മൾ ഡെയിലി വെച്ച് കുറച്ചുണ്ടാക്കുന്ന സാധനം. അതാണ് നമ്മൾ റാഡായിട്ട് വാങ്ങിക്കാൻ പറ്റും. അത് റാഡായിട്ട് നിങ്ങൾ എടുത്തിട്ട് പിന്നെ അത് പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്ത് വെക്കുന്നതാണ്. സ്പ്രിംഗ് ഉണ്ടാക്കുന്ന അതേ സെയിം റാഡാണ്. ഓക്കെ. പിന്നെ നമ്മളിത് ഒരു എത്ര പീസ് നമുക്ക് കിട്ടും, അങ്ങനെ ആ സ്പ്രിംഗിന്റെ കമ്പനി സാധനം ചെയ്യുന്നത്. കുറെ പീസുകൾ ഇരിക്കുന്നത് കണ്ടു. അപ്പൊ അങ്ങനെ യൂസ് ചെയ്ത് ചെയ്യണതാണ്. നമ്മളൊരു ഡൈ ഉണ്ട്, ആ ഡൈയിൽ വെച്ച് ചൂടാക്കി വളച്ച് ഓക്കെ ചെയ്യണതാണ്. പിന്നെ അതിന്റെ ഒരു സ്പ്രിംഗ് ആണ് റെഡ് കളർ. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതൽ. ഇത് ഏത് വണ്ടിക്ക്? തന്നെ ബാലൻസ്ഡ് കയറ്റുമ്പോൾ നമ്മൾ ചേസിന്റെ മോൾ ഭാഗം കട്ട് ചെയ്ത് ലേശം മേലെ കയറ്റും. കുറച്ചും കൂടെ ആക്ഷൻ കൂടാൻ. അപ്പൊ ഉപയോഗിക്കുന്ന നോർമൽ സ്പ്രിംഗ് ആണ്. അങ്ങനെ നോർമൽ ആയിട്ടൊരു സ്പ്രിംഗ്. ഇതിന്റെ ഒരു ഹെവി വേറെയുണ്ട്. ഇതിന്റെ ഒന്നുകൂടി വ്യത്യാസമായിരുന്നു. അതിനാണ് കളേഴ്സ് ഭയങ്കര നിർബന്ധമാണുള്ളത്. അതിന്റെ ഹെവിയാണിത്. അതിന്റെ ഹെവിയാണ്. ഈ ടൈപ്പ്. ഇതും റേറ്റിന്റെ ഒരു ഹെവി ഉണ്ട്. തമിഴ്നാട്ടിൽ യൂസ് ചെയ്യുന്ന അത് സാധനം. അതൊരു അവിടുത്തെ അതിലും അവിടെയും തമിഴ്നാട്ടിലെ ആൾക്കാരെ കുറെ കൂടുതലായിട്ട് പാക്കറ്റിനുള്ളിലാവും. ഇതാണ് ചേട്ടൻ പറഞ്ഞത് ഷോപ്സിൽ സാധാരണ ഫിറ്റ് ചെയ്യുമ്പോൾ ഷോക്കാസിന് ക്ലാമ്പ് കൊടുത്തിട്ട് ചെയ്യണത്. ഓക്കെ. ഹൈറ്റ് കൂടാനായിട്ട് ഫുൾ സെറ്റ് ആയിട്ട് അതിൽ കിട്ടും. 15 മിനിറ്റ് പണിയുള്ളൂ. നേരെ അവിടെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കയറ്റുക. ഒരുപാട് എൻക്വയറികൾ വരുന്ന സമയമാണ് ഇതിന്. എല്ലാ റോട്ടിലും അത്യാവശ്യം ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇത് ആളുകൾക്ക് അറിയാം. പച്ച സ്പ്രിങ്, തോന്ന സ്പ്രിംഗ് എന്നൊക്കെ പറയുന്നത്. ഞാൻ തന്നെ ഒരുപാട് ആളുകൾക്ക് ഈ ബാലൻസ് റാഡ് കയറ്റുന്ന ആളുകൾക്ക് അവർ പേര് പറയണില്ല. ഇനി അടുത്തൊരു വിഷമമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവരിവിടെ വന്നിട്ട് ബൾക്കായിട്ട് സാധനം എടുക്കുന്നുണ്ട്. 2-3 ആൾക്കാർ കേരളത്തിൽ ഈ സാധനം എടുക്കുന്നുണ്ട്. അതിപ്പോ മൊത്തമുള്ളത് ഷോക്സിന്. പിന്നെ ഫ്രണ്ടിലേക്ക് ഇങ്ങനത്തെ വല്ല സ്പ്രിങ്ങോ കാര്യങ്ങളോ വ്യത്യാസമുള്ളതുണ്ട് ഓട്ടോയ്ക്കൊക്കെ? അത് നോർമലിനാണ്. ഫ്രണ്ടിലേക്ക് ഷോക്കാസ് നമ്മൾ ആൾട്ടർ ചെയ്തു. ഷോക്സ് ആൾട്ടർ ചെയ്തു. പിന്നെ ഇലക്ട്രിക് വണ്ടിയിൽ ഇപ്പൊ വരുന്നൊരു വണ്ടി മോൺട്രോ പറഞ്ഞൊരു വണ്ടിയാണ്. പുതിയൊരു വണ്ടി. അത് ഞങ്ങളിപ്പോ 10-12 വണ്ടി ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൽ കോഴിക്കോട് നിന്നൊരു വണ്ടി ചെയ്തത് വേണ്ടത്ര ആക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതായത് എന്താണെന്ന് അറിയില്ല. ആ വണ്ടി ചെയ്യുമ്പോൾ ഞാനിവിടെ നല്ല തിരക്കിലായിരുന്നു. പക്ഷെ എനിക്ക് വളരെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പോരാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇപ്പൊ അയാൾക്ക് പുതിയ സ്പ്രിങ്ങും ഷോക്കാത്തറും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പൊ കമ്പനിയിൽ പറഞ്ഞിട്ട് ഷോക്കാത്തർ 2 വരുത്താനുള്ള പരിപാടിയിലാണ്. കാരണം വേറെ പുറത്തെ സാധനം കിട്ടാനില്ല. എന്നിട്ട് ആ സ്പ്രിങ് കൊണ്ടിട്ട് വേണം എനിക്ക് ആ സ്പ്രിങ്ങിന്റെ ഇതിൽ വേറെ ഉണ്ടാക്കാനായിട്ട്. എന്നാലേ നിവൃത്തിയുള്ളൂ. അതെ. ചില ആളുകൾക്ക് തൃപ്തിയാവില്ല. ഇപ്പൊ ബജാജ് എക്സ്പേർട്ടിന്റെ സ്പ്രിംഗ് ആണ് ഉപയോഗിക്കുന്നത്. ആ പച്ചക്കളോട് സ്പ്രിംഗ് എടുക്കും. വലുത് ഹൈറ്റ് കൂടിയത്. ഇതൊക്കെ ബജാജ് എക്സ്പേർഡ് ഭയങ്കര ചാട്ടുള്ള വണ്ടി. അതിനുള്ള സ്പ്രിംഗ് ആണിത്. അതെ. ഇതിനാണ് നമ്മൾ പുതിയ ഷോക്കാസ് വാങ്ങിയിട്ടാണ് ഇപ്പൊ സെറ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇതാകുമ്പോൾ നമുക്ക് സ്പ്രിംഗ് മാത്രം സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പല വണ്ടികളും പല രീതിയിലാണ് പണിയെടുത്തിട്ടുണ്ടാവുക. ഒരാളിപ്പോ നമ്മൾ വിളിച്ചു പറയാൻ ഒരു വണ്ടി ഞാൻ ചെയ്തു തരണം എന്ന് പറയുമ്പോൾ നമ്മൾ നിങ്ങൾ ബോഡി എങ്ങനെ പണിന്നൊക്കെ എല്ലാം ചോദിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ വരുമ്പോൾ നല്ല വെയിറ്റ് ആവും ബോഡി. അത് ഓരോ സ്ഥലത്തുള്ളവരും പണിയണത് വ്യത്യാസം. അതെ. അപ്പൊ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഷോക്കപ്പ് ഇപ്പൊ ഞാൻ തിയറി മാറ്റിയിരിക്കുകയാണ്. ഷോക്കപ്പ് അവർക്ക് ഇവിടെ വന്നതിന് ശേഷം സെറ്റ് ചെയ്യുള്ളൂ. ഫുള്ളും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതൊക്കെ വേണ്ടതിനനുസരിച്ച് അതിന് വേണ്ടിയിട്ട് അവരുടെ അഡ്ജസ്റ്റ്മെന്റ് അവരുടെ വണ്ടിയുടെ ചെയ്തിട്ട് റെഡിയാക്കിയിട്ടാണ് ഇപ്പൊ കാരണം നിവൃത്തിയില്ലാത്തതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെയാണ് രണ്ടാമത്. പുതിയ ഷോക്കാസ് മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പുതിയ ഷോക്കാസ് ബാക്കിയുള്ള ഷോക്കും ഇതും പിന്നെ ഓട്ടോന്റെ മാത്രം സെക്ഷൻ ആയിട്ട് തന്നെ അങ്ങോട്ട് മാറ്റി. ഏറ്റവും എനിക്ക് കൂടുതൽ പോകുന്നത് ഉത്തരേന്ത്യക്കാണ്. പുറത്തേക്കാണ് കേറിയിട്ട് പോകുന്നത്. ഒഡീസ അതുപോലെ അങ്ങനെ ഓൺലൈനായിട്ട് ഹോൾസെയിലായിട്ട് എടുക്കുന്ന ആൾക്കാർ ചെറിയൊരു ലാഭത്തിന് കൂടുതൽ സാധനം എടുക്കുന്ന ആൾക്കാർ. അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ 3-4 കസ്റ്റമർ അങ്ങനത്തെ. അപ്പോ നമ്മുടെ ഓട്ടോ ചേട്ടന്മാർക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്തെങ്കിലും ഉപകാരപ്പെടുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ രാമകൃഷ്ണേട്ടനെ കോൺടാക്ട് ചെയ്യുക. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും മൂപ്പരാളനെ. എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഉള്ള നമ്പറും കാര്യങ്ങളൊക്കെ അതിലിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ചാട്ടം കുറയ്ക്കാനും അതുപോലെ തന്നെ ബാലൻസിങ് കാർഡും കാര്യങ്ങളുള്ള എല്ലാ സംഭവങ്ങളും ആളെന്നെ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം. കണ്ണൂർ ചേട്ടന് വേറെയും ഷോപ്പുകളുണ്ട്. കോഴിക്കോട് മുക്കത്ത് നമുക്കൊരു ഷോപ്പുണ്ട്.
കണ്ണൂർ ജില്ലയിൽ മാഹിയില്, തമിഴ്നാട്ടിലെ തെൻകാശി, തിരുനെൽവേലി, കോയമ്പത്തൂർ ഒരു ഷോപ്പുണ്ട്. അതൊക്കെ ആപ്പയുടെ പരിപാടി മാത്രമാണ്. ഇന്നിപ്പോ നമ്മുടെ അടുത്ത് പണിക്കാർ മൊത്തം തൃശ്ശൂർപ്പള്ളിയിലുള്ള ഒരു ഷോറൂമിൽ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോ മറ്റേ ആള് ചില്ലറ ഒരു വിചാരിക്കേണ്ട ഒരാളെന്നല്ല. മറ്റെന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഷോപ്പിന്റെയാണ് നമുക്ക് അറിയണത് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ രാമകൃഷ്ണേട്ടൻ പറയുമ്പോഴാണ് അറിയണത്. എന്താന്ന് വെച്ചാൽ ഏകദേശം പല ജില്ലയിലും അതുപോലെ തന്നെ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ട് മുക്കാള് കുറെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റേ അത് എവിടെയാന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കൂടി ചോദിച്ചു നോക്കിയൊക്കെ. എവിടെയൊക്കെയായിട്ട് നമുക്ക് മെയിൻ ആയിട്ട് തമിഴ്നാട്ടിൽ മെയിൻ ആയിട്ടുള്ളത് ഞങ്ങൾക്ക് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഷോപ്പുണ്ട്. കോയമ്പത്തൂരൊക്കെ 400 ചുറ്റളവ് കിലോമീറ്ററിൽ നമുക്ക് വണ്ടികൾ വരും. ഏറ്റവും നിങ്ങൾ ഊട്ടിയിൽ പോകുന്നുണ്ടെങ്കിൽ ഊട്ടിയിൽ പോയ എല്ലാ വണ്ടിയും ഞാൻ ചെയ്തതാണ്, സംശയമില്ലാത്ത കാര്യം. കോയമ്പത്തൂർ വണ്ടി ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഞങ്ങളെ ആദ്യം ബുക്ക് ചെയ്യും വണ്ടി ചെയ്യാൻ. വണ്ടി എടുത്ത് ഞങ്ങളുടെ അടുത്ത് വന്നാൽ പണി കഴിച്ചിട്ട് ഞങ്ങളുടെയും കൂടെ സമയം നോക്കിയിട്ടാണ് അവർ വണ്ടി എടുക്കുക. പോവും. ഊട്ടിയിൽ പോണ ടൂർ പോണ ഇഷ്ടംപോലെ ആളുകളുണ്ടല്ലോ. ഊട്ടി പോയി നോക്കുള്ളൂ. എല്ലാവർക്കും യാത്രയ്ക്ക് നല്ല സുഖം ഉണ്ടാവും അവിടെ. കാരണം ഒരു 98% വണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട്. അത്രയും ധൈര്യം പറയാൻ പറ്റും. ഊട്ടി വണ്ടികൾ കാരണം 3 പേരെ കയറുള്ളൂ. നല്ല യാത്രാ സുഖം അവർക്ക് വേണം. ഒക്കെ പുറത്തുനിന്ന് വരുന്ന ആളുകളല്ലേ. അപ്പോൾ പൈസ ഒന്നും അവർക്കൊരു വിഷയമുള്ള കാര്യമല്ല. നന്നായി ചെയ്യും. ഊട്ടിയിലേക്ക് നന്നായിട്ട് അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്നെ കണ്ടില്ലെങ്കിൽ ഇതിനെ കുറിച്ച് അറിയുന്ന ആൾക്കാരുണ്ട്. എല്ലാവർക്കും അറിയാം. എന്നെ നേരിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ തമിഴ്നാട്ടില് ഒരുവിധ സ്ഥലം തൃശ്ശൂർപ്പള്ളി, രാമേശ്വരം. ഞാൻ ഈ കൊറോണയുടെ മുന്നേ രാമേശ്വരം ഷോറൂമിൽ ഇഷ്ടംപോലെ വണ്ടി ചെയ്തു. ഡയറക്റ്റ് ചെയ്തു. പിന്നെ രാജപാളയം പറഞ്ഞ സ്ഥലമുണ്ട്. നല്ല ഡോഗിന്റെ ഒക്കെ സ്ഥലമാണ്. രാജപാളയം ഷോറൂമിൽ ഞാൻ ഒരുപാട് വണ്ടികൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കൊറോണയുടെ മുന്നെയാണ്. നമ്മുടെ തൃശ്ശൂർ തന്നെ ഒരു ഷോറൂമിൽ ഞാൻ സാധനം കൊടുത്തിരുന്നു. കൊറോണയുടെ മുന്നേ ചില സാധനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് സാധനം കൊടുത്തിരുന്നു. ഇപ്പോ കണ്ണൂർ സാധനങ്ങൾ വേണ്ടത് കണ്ണൂർ ഭാഗത്തേക്ക് ഷോറൂമുകളിലേക്കൊക്കെ സാധനം പോകുന്നുണ്ട്. കോയമ്പത്തൂർ ഷോറൂമിലേക്ക് ഇന്റെ കട ഉണ്ടെങ്കിൽ അവിടുന്ന് സാധനം ഞാൻ അവർക്ക് സാധനം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ എറണാകുളം ഭാഗത്ത് ലൂസായിട്ട് ഒരുപാട് ആൾക്കാർ ബസ്സിനൊക്കെ ഒന്ന് വാങ്ങിച്ചോണ്ട് പോകും. ട്രെയിൻ വന്നിട്ട് വാങ്ങിച്ചോണ്ട് ആൾക്കാരുണ്ട്. പിന്നെ കൊറിയർ 10-200 രൂപ വേണ്ട. ഇതിന്റെ സാധനത്തിന്റെ ഒരു കൊറിയർ 200-250 രൂപ ഒരു വിഷമമാണ് ചില ആൾക്കാർ. ചില ആൾക്കാർക്ക് കൊറിയറിന് 200 രൂപ കൊടുക്കാൻ ഒരു വിഷമമാണ്. ഇതിപ്പോ നമുക്കിപ്പോ ഇവിടേക്ക് വരുമ്പോ ഷൊർണൂര് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 10-20 രൂപയുടെ ബസ്സിന്റെ വഴിയല്ലേ. ഒറ്റപ്പാലം ഇറങ്ങാലോ ശരിക്കും. ഒറ്റപ്പാലം ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനാണ്. ഏറ്റവും ആവശ്യമൊന്നുമില്ല. നമ്മൾ നിങ്ങളുടെ അഡ്രസ്സും ഗൂഗിൾ പേ ചെയ്ത് നമ്മളെ സാധനം 2 ദിവസം നിങ്ങളുടെ കയ്യിലെത്തും. വരുന്നവർക്ക് കുഴപ്പമൊന്നുമില്ല. ഏറ്റവും നല്ലതാണ്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പാർസലിംഗ് ചെയ്യുന്നതാണ്. ഓട്ടോടെ ഇഷ്ടം പോലെ പാർസൽ ചെയ്യുന്നത്. ചില ആൾക്കാർക്ക് സാധനം കൊടുക്കില്ലെന്നുള്ള സംശയങ്ങളുണ്ട്. ഞാൻ കൺഫ്യൂഷൻ വേണ്ട. എല്ലാവർക്കും സാധനം പുറത്ത് കൊടുക്കലാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഹോൾസെയിൽ കൊടുക്കുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 50 സെറ്റ്, അതായത് 100 പീസ് എടുത്താലേ നമുക്ക് ഹോൾസെയിൽ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ചെറിയൊരു ലാഭം എടുത്തിട്ടാണല്ലോ. അതെ. ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കൽ അങ്ങനെയാണ്. മറ്റേ സിംഗിൾ പീസ് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു പൈസ 10 രൂപ കിട്ടുള്ളൂ. ഹോൾസെയിൽ നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ എൻ്റെ ടാർഗറ്റ് തയ്ക്കാൻ പറ്റും. എങ്ങനെ ഇത്ര പീസ് എടുക്കണം എന്നുള്ള ടാർഗറ്റ് ഉണ്ട് കമ്പനി. ഹോൾസെയിൽ കൊടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ആ ടാർഗറ്റ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അത് പറ്റില്ലല്ലോ. അപ്പോൾ ആ ഹോൾസെയിലുകാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ ഈ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. നോക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോന്റെ സൈഡിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ. ഓക്കെ, ടാറ്റാ, ബൈ.